നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ, ചെമ്പകശ്ശേരിയിലെ വീടല്ലേ? അതെ, ആരാ? ഞാൻ പൂജയുടെ അമ്മാവനാ, സ്വാമിനാഥൻ. എല്ലാത്തിന്റെയും പുറകില് എന്റെ സഹോദരൻ ഡോക്ടർ സ്വാമിനാഥന്. എന്താ വിളിച്ചേ? എനിക്ക് പൂജയോടൊന്ന് സംസാരിക്കണം. എന്താ ഇനി പുതിയ വല്ല കള്ളക്കഥകളും പറയാനാണോ? മനസ്സിലായില്ല? എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ ആദിയുടെ മുത്തശ്ശിയ, ജയശങ്കരി അമ്മ. എന്നാ മുത്തശ്ശേരിയാൻ ഞാനൊരു കാര്യം പറയാം. ഞാൻ കള്ളക്കഥ ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. ടൗണിൽ സ്വന്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്തുന്ന വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാ. അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്റെ ഭാര്യയും അതേ ഹോസ്പിറ്റലിൽ ഡോക്ടറാ. താമസിക്കാതെ ഞങ്ങളൊരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോവുക. എനിക്ക് കഥ എഴുതി ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല. ശരി, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് പൂജയോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ എന്താ? ഒരു കുഴപ്പമില്ല. ഞാനേ എന്റെ അനന്തരവിളവൊന്ന് അനുഗ്രഹിക്കാൻ വിളിച്ചതാ. ഓ ശരി, അനുഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വിളിക്കാം. ഇനി അതിന്റെ കുഴപ്പം വേണ്ട. ഹോൾഡ് ചെയ്. മോളെ പൂജേ. എന്താ മുത്തശ്ശി? മോൾക്ക് ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ലാൻഡ് ഫോണിലേക്കോ? മോളുടെ അമ്മാവനാ, ഡോക്ടർ സ്വാമിനാഥൻ. ഞാൻ എടുത്തു വെച്ചിരിക്കാം. വേഗം ചെല്ലേ. മുത്തശ്ശി, എന്താ കാര്യം ചോദിച്ചില്ല? പിന്നെ ഞാൻ ചോദിക്കാതിരിക്കുവോ? ചോദിച്ചു മോളെ. മോളെ അനുഗ്രഹിക്കാനാന്നാ പറഞ്ഞേ. ആ മോളെ, എന്തെങ്കിലും ആകട്ടെ, മോള് ഫോൺ എടുക്ക്. ഹലോ പൂജ, ഞാനാ സ്വാമിയെങ്കിൽ. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ ഫോൺ കട്ടിയാവും. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. പിന്നെ അങ്കിൾ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? അത് ശരി, ഇപ്പൊ ഞങ്ങളൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടായി അല്ലേ മോളെ? പറയാനുള്ളതൊന്നും നല്ല കാര്യമല്ലല്ലോ, പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടാവാതിരിക്കും? പറയാനുള്ളത് നല്ല കാര്യം തന്നെയാ. നീ എന്റെ കൂടപ്പിറപ്പിന്റെ മകളാണെങ്കിലും ഞാൻ നിന്നെ കരുതിയിരിക്കുന്നത് സ്വന്തം മകളായിട്ടാ. നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം അങ്കിൾ പറയൂ. എന്റെ മകനെ നല്ലൊരു ബന്ധം കിട്ടാത്തത് കൊണ്ടല്ലേ. പക്ഷേ ഞാനും നിന്റെ അമ്മയൊക്കെ വളർന്നതേ വളരെ ട്രഡീഷണൽ ആയ ഒരു ചുറ്റുപാടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായിരുന്നു. അങ്കിള് പറയാൻ പോകുന്നത് പണ്ടെങ്ങോ അങ്കിളും അമ്മയും കൂടി അമ്മൂമ്മയ്ക്ക് കൊടുത്ത വാക്കിനെ കുറിച്ചല്ലേ? എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത്? എന്റെ ജീവിതം എന്റേത് മാത്രം. അത് മറ്റുള്ളവരുടെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല. എന്റെ തീരുമാനം ആദിക്കൊപ്പം ജീവിക്കാനാ. നിന്റെ തീരുമാനം ഫൈനലാണോ? അതെ. എങ്കിൽ നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ത് വില കൊടുത്താലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. സന്തോഷായി മുത്തശ്ശിക്ക്, സന്തോഷായി. എന്താ മുത്തശ്ശിക്കും കൊച്ചുമോക്കും ഇത്ര സന്തോഷം? പറ, ഞങ്ങളോട് കേൾക്കട്ടെ. ഏയ് ഒന്നുമില്ല, ഓരോരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ മോളെ? മുത്തശ്ശിക്ക് ഞങ്ങളൊന്നും വേണ്ടല്ലോ, കൊച്ചുമരുമോള് മതിയല്ലോ. ഇതെന്റെ കൊച്ചുമരുമോളാന്ന് നിന്നോടാരാ പറഞ്ഞേ? ഇവളെ എന്റെ മകളാ, സ്വന്തം മകള് അല്ലേ മോളെ?
ഓരോ ദിവസവും ഞാൻ എങ്ങനെ തള്ളി നീക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ആശേ. ശ്രീനിയുടെ പ്രവൃത്തികൾ കണ്ട് എനിക്ക് ഭയം തോന്നുക. ഭയന്നിട്ട് കാര്യമില്ലടോ. പ്രോപ്പർ ചികിത്സയാണ് ഇതിനാവശ്യം. ഇറ്റ്സ് എ ക്രോണിക് മെന്റൽ ഡിസീസ്. പെരുമാറ്റത്തിൽ വ്യക്തമാവുന്ന അസാധാരണത്വം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എ മെന്റൽ ഡിസോർഡർ. രോഗി ഒരിക്കലും തിരിച്ചറിയാത്ത ഒരേ ഒരു രോഗം. അത് അയാളുടെ മിസ്റ്റേക്ക് അല്ല. കാരണം അയാൾ ബോധപൂർവം ചെയ്യുന്നതല്ല അതൊന്നും. ഇറ്റ്സ് എ ഫിസിക്കൽ ഡാമേജ്. നാഡീവ്യൂഹങ്ങളുടെ അസാധാരണമായ ഗതിമാറ്റമാണ് എല്ലാ മാനസിക രോഗങ്ങളുടെയും ബേസ്മെന്റ്. രോഗി രോഗം തിരിച്ചറിയാതെ അയാൾ ചികിത്സിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. ഏതായാലും താൻ വിഷമിക്കാതെ, ഞാൻ തനിക്കൊരു മെഡിസിൻ തരാം. അത് ഇഷ്ടപ്പെട്ട ഫുഡിൽ കലക്കി കൊടുത്താൽ മതി. ഈ ഇമാജിനറി സിറ്റുവേഷൻ പൂർണ്ണമായി മാറുന്നല്ല, എന്നാലും ഒരു 20% നിയന്ത്രിക്കാൻ കഴിയും. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് പേഷ്യന്റിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഒക്കെ ശരിയാ, തന്നെ എനിക്ക് വിശ്വാസം. പക്ഷേ ഞാൻ എങ്ങനെ ഈ മെഡിസിൻ ശ്രീനിക്ക് നൽകും? അയാൾക്കിപ്പോ ആകെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മദ്യം മാത്ര. മദ്യത്തിലും ഈ പൊടി അപ്ലൈ ചെയ്യാം. ഡോസ് കുറച്ച് കൂടുതൽ വേണമെന്നേ ഉള്ളൂ. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. താൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ പ്രശ്നങ്ങൾക്കിടയിൽ തനിക്കൊരു വലിയ പ്രശ്നമാണ്ടാന്ന് കരുതിയാ ഞാൻ മനഃപൂർവ്വം ജീവനെ നാട് കടത്തിയത്. ഹയർ സ്റ്റഡീസ് എന്നൊക്കെ ചുമ്മാ അലങ്കാരത്തിന് പറയുക. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണ്ടേ ഹയർ സ്റ്റഡീസ്. തന്നെ എനിക്കറിയില്ലേ, തനിക്ക് ദോഷം വരുന്ന എന്തായാലും ഞാൻ ചെയ്യോടോ നത്തൂനെ. വിഷമിക്കാതെടോ, എല്ലാം ശരിയാവും. അപ്പോ നീ നമ്മളെ കണ്ടിരുന്നു? എന്തിന്? ആരോട് ചോദിച്ചിട്ട്? എനിക്ക് മായയെ കാണാൻ എന്തിനാ അനുവാദം? വേണം, അനുവാദം വേണം. എന്റെ അനുവാദമില്ലാതെ ഇനി മേലാൽ നീ അവളെ കാണാൻ പാടില്ല. ഇത് കുറെ കഷ്ടാ സ്വാമിയേട്ടാ. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മുതിർന്ന് നമ്മളാണോ പകപോക്കുന്നത്? അതെ, നമ്മൾ തന്നെ വേണം പക പോക്കാനും പരിഹാരം കാണാനും. പകപോക്കിയാൽ പരിഹാരം കാണാൻ പറ്റുമോ സ്വാമിയേട്ടാ? നീ എന്നെ അധികം ഉപദേശിക്കൊന്നും വേണ്ട. നിന്റെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം. സ്വാമിയേട്ടനൊരു ചുക്കും അറിയില്ല. എന്റെ ഉള്ളിലിരിപ്പ് മാത്രമല്ല, ആരുടെ ഉള്ളിലിരിപ്പ് അറിയില്ല. അറിയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. നമ്മുടെ ജീവനെ വേണമായിരുന്നെങ്കിൽ അവൾ എങ്ങനെ ഈ ചെക്കന്റെ കൂടെ ഓടി പോവായിരുന്നോ? വിവാഹം നിശ്ചയിച്ച ഉടനെ തന്നെ ഓടി പോണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? നീ വലിയ അർത്ഥം കണ്ടുകൊടുത്ത കാര്യല്ലേ, നീ തന്നെ പറ. അവള് ജീവനെ അത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന്. ആ വെറുപ്പ് മാറ്റിയെടുക്കേണ്ടിരുന്നത് ആരാ? നിങ്ങളെ അമ്മമാര്. നീയും മായയും ആ കാര്യത്തില് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കാണിച്ചോ? കുറഞ്ഞ പക്ഷം അവളുടെ മനസ്സിൽ അവൻ ഇല്ലാന്നെങ്കിലും നേരത്തെ തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്ക് പറ്റിയോ? സമ്മതിച്ചു, ഞങ്ങള് തോറ്റുപോയി. അങ്ങനെയൊക്കെ അങ്ങ് പറ്റിപ്പോയി എന്നുവെച്ച് ഇനി കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമുണ്ടോ? മനസ്സിലായില്ല. ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന്. നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. എന്റെ പെങ്ങൾ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടതാണെന്നും മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും